കുറച്ചല്ല. മാം പൊടിക്ക് 1-2 സാധനം കൂടെ വേണമായിരുന്നു. എന്ത് സാധനം വേണ്ട? അത് എന്റെ ടിപ്സ് ആണ്, ഞാൻ പറഞ്ഞു തരൂല. അല്ല, പ്രധാനപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല, കാണാനില്ലല്ലോ സാധനം. എന്തോന്ന്? ചങ്കര എണ്ണ. ആശ എവിടെ പോയത്? ഇത് കട്ട് ചെയ്തുണ്ട് അളിയുടെ. സുരേന്ദ്ര, കുറച്ച് തീ ഒന്ന് പറ. കുറച്ച് ഇതാരുടെ ഉള്ളി അരിഞ്ഞത്? ഉള്ളി ആരെയാണ് ഏൽപ്പിച്ചത്? ആര് ഉള്ളി അരിഞ്ഞാര്? ആ, എല്ലാ ഉള്ളി ഒരുപോലെ അരിയണ്ടേ? പോട്ട് പോട്ടെന്നാ. പെണ്ണുപിള്ളായോണ്ടാ. പിന്നെ അല്ല എന്ത് പറയാൻ പറ്റും? അച്ഛാ, തീത്തിരി കുറയ്ക്കണോ? ഒന്ന് കുറച്ചോട്. ചിറ്റപ്പാ കൊറേ വേണം മക്കളെ, എത്രയും തീ വേണോടാ. അവൻ പറയും, അവൻ കരിഞ്ഞ ഞാൻ നേരെ ഇങ്ങനെ പോകും. അതല്ലേ തക്കാളി. എല്ലാം കൂടെ ഒരു സൈഡിൽ പിടി. എല്ലാവരും സൈഡിൽ പിടി. കുറച്ചുകൂടെ അതൊന്ന് പച്ചമണം മാറും. പച്ചമണം മാറട്ടെ. മതി. നേരത്തെ ഇട്ടില്ലായിരുന്നോ വെളുത്തുള്ളി? ഇട്ടിട്ട് ഇത് രണ്ടാമത് പേസ്റ്റ് നമ്മൾ അടച്ച് വേറൊരു സ്റ്റൈലാണ്. ചെറിയ ഉള്ളി ഒന്ന് വെന്തുടഞ്ഞ് വരുമ്പം മുളക് പൊടി ഇടും. മഞ്ഞപ്പൊടിയല്ലേ അത് ഇടണ്ടേ? മഞ്ഞപ്പൊടി അല്ല, മിക്സാ. ഇട്ടാ മഞ്ഞപ്പൊടി? മിക്സാ. ഇതിന്റെ ഒരു പ്രത്യേക തരത്തിലുള്ള കൂട്ടാണ്. മഞ്ഞപ്പൊടി ആദ്യം ഇടണോടാ, അല്ലെങ്കിൽ മഞ്ഞളിന്റെ പിന്നെ ഇത് വേറെ. എന്ത് വേറെ? ഇത് വർഷങ്ങളായിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കണ ഇത് തന്നെ. ഈ പിള്ളേര് കണ്ടുപിടിച്ച് നാളെ അവല കെട്ടിയവന്മാര് ചിത്ത വിളിക്കും. എന്തിനാണ് വെറുതെ പുതിയ തലമുറ നശിപ്പിക്കണം? അത് ഇപ്പോഴേ പഠിപ്പിച്ചിടണം, എന്നാലും അവന്മാര് ശരിയാവും. എന്തിനാണ് പുതിയ തലമുറ നമ്മൾ നശിപ്പിക്കണത്? ഭർത്താവിനെ ദൈവത്തെ പോലെ കാണണം. തലക്കറി മുളകിട്ട് വച്ച തലക്കറി തലക്കറികളെടുത്ത് തലക്കറി മുളകരച്ച് വച്ച തലക്കറി. തീ വേണ്ട, തീ കറക്റ്റ് ആ തീ മതി. ഓക്കെ, വെള്ളം ഒഴിച്ചോ? പുളി വെള്ളം. പുളി വെള്ളം. ഉപ്പുണ്ടാ? നോക്കി നോക്കൂ. ഉപ്പ് ഞാൻ ചൂടില്ല മക്കളെ? വലിയുള്ള ഉപ്പുണ്ടാ? മണം കേറി വരണം കേട്ടാ. എങ്ങോട്ട് കയറി വരണം? എങ്ങോട്ട് കയറി വരണം? തിരുവിന് ജലദോഷം. സുരേന്ദ്ര, ഒന്ന് ഇളക്കിയിട്ടാണ് നോക്കാം. അതില്ല, ഇളക്കി. അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് എവിടെയെങ്കിലും പോയി വിളിച്ചാ മതി. എന്നാ പിന്നെ പോയി വിളിക്ക്. കറിവേല പ്രധാന ചടങ്ങാണത്. മീൻകറിക്ക് ഇത്രയും ടേസ്റ്റ് കൂടുന്ന സംഭവം വേറെ ഇല്ല.